വീക്കിലി ടാസ്കിനിടയിലുള്ള തർക്കം, ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള വാക്ക് തർക്കം. ശരിക്കും തെറ്റാരുടെ ഭാഗത്താണ്? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, വീക്കിലി ടാസ്കിനിടയിൽ തർക്കം. അലക്ക് കമ്പനി എന്നാണ് ഗെയിമിൻ്റെ പേര്. 4 ടീമായിട്ട് മത്സരിക്കുന്നു. അതിൽ തുണികൾ അലക്കി വൃത്തിയാക്കി തുന്നാനുള്ളതൊക്കെ തുന്നി ഒരു ബട്ടൺസ് പോലും പോയിട്ടുണ്ടോ എന്ന് നോക്കി കൃത്യമായി ഇസ്തിരിയിട്ട് കൊണ്ടുകൊടുക്കണം. ടണൽ ടീമിൻ്റെ ഡ്രസ്സ് ജഡ്ജ് ചെയ്യുന്നത് പവർ ടീമാണ്. അതെ, അങ്ങനെയാണ് ടണൽ ടീമായ ഗബ്രിയുടെയൊക്കെ ടീമിൻ്റെ തുണികൾ നമ്മുടെ ജിൻഡോ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നത്. ജഡ്ജ് ചെയ്യുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജിൻഡോ എല്ലാ തുണികളെയും മാറ്റുന്നു. ഇതിന് വഴക്കിന് ആദ്യം തുടക്കം ഇട്ടത് ഗബ്രി തന്നെയാണ്. ചില ചിട്ടകൾ ഒക്കെ ജഡ്ജ് ചെയ്യാനിരുന്ന ഇങ്ങനെ ഇരിക്കും, ഞാനിത് പ്രതീക്ഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അൺവാണ്ടഡ് ടോക്കുകളാണ് ഈ ഒരു വാക്ക് തർക്കത്തിലേക്ക് നയിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഒരു ഗെയിം ആകുമ്പോൾ ഗെയിം ജയിക്കാനേ എല്ലാ ടീമും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ മറ്റേ ടീമിൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി ജയിക്കുക എന്നതാണ് ബുദ്ധിയുള്ള മറ്റൊരു ഗെയിമറിൻ്റെ ലക്ഷ്യം. അത് അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ അതിന് ഇങ്ങനെ അൺവാണ്ടഡ് ടോക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഈ അർജുൻ, റസ്മിൻ, ജിൻഡോ ഇവർ 3 പേരും ഒരു ടീമാണ്. ജിൻഡോയുടെ എഫേർട്ട് കൊണ്ട് ജയിച്ചാലും അതിൻ്റെ ക്രെഡിറ്റും ആ കൂട്ടത്തിൽ പവർ ടീമിലേക്ക് കയറാനും ഒക്കെ വരുന്നത് ഈ ബാക്കി 2 പേരുമാണ്. അങ്ങനെ ഇവരെന്തിനാണ് മാറി നിന്ന് ജിൻഡോയെ കുറ്റം പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇവിടെ തെറ്റുകാർ? സ്വന്തം ഗ്രൂപ്പ് ജയിക്കുമ്പോൾ മാത്രം അതിൻ്റെ ക്രെഡിറ്റും കൂടെ പവർ ടീമിൽ കയറാനും വരിക, മറ്റൊരാളെ എന്നിട്ട് എല്ലാവർക്കും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ശരിക്കും അർജുനും റസ്മിനും ഇവിടെ ചെയ്യുന്നത്. 100% ഇവിടെ ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ജഡ്ജ് ചെയ്യുമ്പോൾ അത് ഗെയിമാണ്. ഗെയിം ജയിക്കാനേ എല്ലാവരും നോക്കുകയുള്ളൂ. അതിന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അൺവാണ്ടഡ് ടോക്കുകൾ കൊണ്ടുവന്ന് വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കേണ്ട കാര്യമില്ല. ഒരാളെ ചെത്തേന്ന് വിളിക്കുമ്പോൾ മറ്റേയാൾ ചിലപ്പോൾ തിരിച്ച് പലതും വിളിച്ചെന്ന് വരും. അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഗബ്രി ചൊറിഞ്ഞ് വാങ്ങിച്ചത് തന്നെയാണ് ഈ ഒരു വഴക്ക്. ഏതായാലും ഞാൻ 100% ജിൻഡോയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം ഒരാൾ ചെത്തേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും. അതിന് വെറുതെ ട്രിഗർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പ്രൊവോക്ക് ആക്കുകയാണ്. ശരിക്കും ഗബ്രി ടാർഗറ്റ് ചെയ്തൊരു ഗെയിം കളിക്കുകയാണ്. ആദ്യം റോക്കിയുടെ മേൽ കളിച്ചതുപോലെ ഇപ്പോൾ ജിൻഡോയുടെ മേൽ ഒരു ടാർഗറ്റ് ചെയ്തിട്ടൊരു ഗെയിം കളിക്കുകയാണ്. അതിന് കൂട്ട് നിൽക്കാതെ ബാക്കിയുള്ളവരും. ജാസ്മിനും അത്ര മോശക്കാരിയൊന്നുമല്ല. ഈ ഗെയിമിൽ ഇത് തന്നെയാണ്. അവർ ജഡ്ജ് ചെയ്യുമ്പോൾ അവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. എല്ലാ ടീംസും ജയിക്കാനേ നോക്കുകയുള്ളൂ. ഒരിക്കലും വിട്ടുകൊടുക്കാൻ ആരും ശ്രമിക്കാറില്ല. പിന്നെ ഇത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതിൽ നിന്ന് ജയിക്കുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ ആകുന്നത്. അവരാണ് പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണിത്. ഈ ടാസ്ക് പവർ ടീം ജയിച്ചാൽ മാത്രമേ അവരിൽ നിന്നൊരു ക്യാപ്റ്റൻ ഉണ്ടാവുള്ളൂ. ക്യാപ്റ്റൻ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്കൊരു പവർ ടീമിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഗെയിമിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ ആ ടീം എഫേർട്ട് വളരെ വലുതാണ്. ഇവിടെ ടണൽ ടീം എല്ലാവരും ബാക്കിയുള്ള ശ്രീരേഖ വയ്യാതെ പോയി ബാക്കി 3 പേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ജിൻഡോയുടെ ടീമോ അർജുനും റസ്മിനും ഞങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ, ഞങ്ങൾ ഈ വേറെ ഏതാണ്ടാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ശരിക്കും ലൈവ് കാണുമ്പോൾ നമുക്കൊക്കെ നല്ല ദേഷ്യമാണ് വരുന്നത്. ശരിയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റസ്മിനും അർജുനും ഇവരുടെ പവർ ടീം ജയിക്കുകയാണെങ്കിൽ, ജിൻഡോ എഫേർട്ട് ഇട്ട് ജയിക്കുകയാണെങ്കിൽ അർജുനും റസ്മിനും മാറി നിൽക്കണം. അതിനുള്ള ധൈര്യം അവർ കാണിക്കണം. ഈ ടീമിൽ നിന്ന് ജിൻഡോ മാത്രം എഫേർട്ട് ഇട്ട് ജയിച്ചതാണ് എങ്കിൽ അതിൻ്റെ എല്ലാ അംഗീകാരങ്ങളും അതിൻ്റെ എല്ലാ പവറും ജിൻഡോയ്ക്ക് മാത്രം കൊടുത്തിട്ട് റസ്മിനും അർജുനും മാറി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ജയിച്ച് കഴിയുമ്പോൾ ഇത്ര ജയിക്കുന്നത് വരെ മാറി നിന്ന് കുറ്റം പറയാം. അവർക്ക് ഇച്ചിരി മാർക്കിട്ട് കൊടുക്കടേ, അവരുടെ എഫേർട്ടിനെ ഒന്ന് കാണടേ. അങ്ങനെ എഫേർട്ടിനെ കണ്ടും അവർ വെയിലത്തിരുന്ന് മത്സരിച്ചത് കൊണ്ട് ഞാൻ അവർക്ക് കൂടുതൽ മാർക്ക് കൊടുക്കാം. എങ്ങനെയൊക്കെയാണ്? അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഷോയുടെ ആവശ്യമില്ലായിരുന്നു, ഗെയിമിൻ്റെ ആവശ്യമില്ലായിരുന്നു, ബിഗ് ബോസിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഒരാവശ്യവും ഇല്ലായിരുന്നു. ശരിക്കും പറയണേ, എന്ത് മണ്ടത്തരങ്ങളാണ് ഇവരൊക്കെ പറയുന്നത്? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇതിന് മാറി എന്ന് പറയുന്നവർ ഇവർ കാണിക്കേണ്ട ഒരു ധൈര്യമുണ്ട്. അതായത് ജിൻഡോ സ്വന്തം എഫേർട്ട് ഇട്ട് ഈ ചീത്തവിളിയും കേട്ടിട്ട് ജയിക്കുകയാണെങ്കിൽ ആ ജയിക്കുന്നതിൻ്റെ ഒരു തരി പോലും പങ്കുവറ്റാൻ വരാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് കാണിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാവണം. അതായിരിക്കണം ഗെയിം. ഏതായാലും കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.